ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 2-3 വീക്സിന് മുന്നേ നമ്മുടെ ഒരു സപ്പോർട്ടർ ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് ഉണ്ട്. സാർ, ഇൻറ്റേർണൽ എക്സാം ഉണ്ട്, എന്നിട്ട് എനിക്ക് കുറച്ച് ടോപ്പിക്സ് അയച്ചു. സാർ, ഈ ലീഗൽ ലാംഗ്വേജ് ടോപ്പിക്സ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, കാരണം കേസും കാര്യങ്ങളായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഞാനത് പേഴ്സണലായിട്ട് അതിൽ റെലവൻ്റ് ആയ കുറച്ചെണ്ണം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി അയച്ചു തന്ന ആ ലീഗൽ ടേംസ് ഒക്കെ നോക്കിയപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറേ പേർക്ക് ഗുണമാകുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുമായിട്ടാണ് ഇന്ന് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം 2025 LLBക്ക് ജോയിൻ ചെയ്ത 3 ഇയർ 5 ഇയർ കുട്ടികൾക്കും ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആകും. കാരണം നമ്മൾ ലീഗൽ സബ്ജക്ട്സ് പഠിച്ച് തുടങ്ങിയാണ്. അപ്പോൾ കുറേ ലീഗൽ വേർഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലാണ് നമുക്ക് ലീഗൽ സബ്ജക്റ്റും അതുപോലെ ലീഗൽ സെൻറ്റൻസുകളും വായിച്ച് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ ഇപ്പോൾ ലോ കോളേജിൽ പഠിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ലീഗൽ ലാംഗ്വേജ്, ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് കുറേ ലീഗൽ ടേംസ്, ചില ലീഗൽ മാക്സിംസ്, ഓക്കെ. ഇതിലിപ്പോൾ ഈ എല്ലാ ലീഗൽ ടേംസും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. കുറച്ചെണ്ണം ഞാൻ പാർട്ട് 2, പാർട്ട് 3 വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് എങ്ങനെ ഒരു കേസ് എഴുതാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ A വേഴ്സസ് B ഒരു കേസ് എഴുതുന്നതിന് കൃത്യമായിട്ടുള്ളൊരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇവിടെ നമ്പർ 1 ഇട്ടിരിക്കുന്നത് ആഷ്ബി വേഴ്സസ് വൈറ്റ്. ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസാണ് ഈ ആഷ്ബി വേഴ്സസ് വൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആഷ്ബി വേഴ്സസ് വൈറ്റ്. ഈ ആഷ്ബി വേഴ്സസ് വൈറ്റിലെ ഈ ആഷ്ബി എപ്പോഴും പ്ലെയിൻറ്റിഫ് ആണ് ആദ്യം എഴുതുക. ഹു ഈസ് പ്ലെയിൻറ്റിഫ്? പ്ലെയിൻറ്റിഫ് ഈസ് ദ പേഴ്സൺ ഹു ഇൻസ്റ്റിറ്റ്യൂട്ട് ദ സ്യൂട്ട്. ഒരു ടോർട്ട് കേസോ ഒരു സ്യൂട്ടോ കൊടുക്കുന്ന ആൾ, അത് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആൾ, സ്റ്റാർട്ട് ചെയ്യുന്ന ആളെ നമ്മൾ പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴും A വേഴ്സസ് B എന്ന് നമ്മൾ എഴുതുമ്പോൾ ആദ്യം നമ്മൾ പ്ലെയിൻറ്റിഫിൻ്റെ പേരാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫൻഡൻറ്റിൻ്റെ പേര് നമ്മൾ എഴുതുന്നത്. പിന്നെയാണ് നമ്മൾ ഡിഫൻഡ്. അപ്പോൾ A വേഴ്സസ് B, A ആണ് പ്ലെയിൻറ്റിഫ് വേഴ്സസ് നമ്മൾ എഴുതി B എന്ന് പറയുന്നത് ഡിഫൻഡൻറ്റ്. ഡിഫൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദ പേഴ്സൺ ടു ഹും അഗെയിൻസ്റ്റ് വി ഗേവ് ദ കേസ്. ഓക്കെ, ആർക്കെതിരെയാണ് കേസ് കൊടുക്കുന്നത് നമ്മളിവിടെ എന്താണ്, അതിനാണ് നമ്മൾ എന്ത് പ്ലെയിൻറ്റിഫ്, ഡിഫൻഡൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആഷ്ബി ആണ് പ്ലെയിൻറ്റിഫ്, നമ്മുടെ വൈറ്റ് ആണ് ഡിഫൻഡൻറ്റ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സൈറ്റേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ, സൈറ്റേഷൻ. ഓക്കെ, സൈറ്റേഷനിൽ ഈ കേസിൻ്റെ ഡിസൈഡ് ചെയ്ത ഇയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇംഗ്ലീഷ് കേസായതുകൊണ്ട് ഇംഗ്ലീഷ് സൈറ്റേഷനാണ് എന്ത് ചെയ്യുന്നത് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈറ്റേഷൻ ഭാഗം. ആ ഇയറും അതുപോലെ തന്നെ അത് കണ്ടെത്തിയാൻ പറ്റുന്ന ആ ഭാഗം. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ട് കാണിച്ചു തരാം, ഇതാണ് ഇതിൻ്റെ സൈറ്റേഷൻ ഭാഗം. ഓക്കെ, സൈറ്റേഷൻ ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ സൈറ്റേഷൻ ഭാഗം. ഓക്കെ, അപ്പോൾ ആദ്യം പ്ലെയിൻറ്റിഫ്, പിന്നെ ഡിഫൻഡൻറ്റ്, പിന്നെ അതിൻ്റെ ഇയറും അതുപോലെ തന്നെ അസസറി സൈറ്റേഷൻസും കാര്യങ്ങളും. ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനിയും അപ്പീൽ പോകുമ്പോൾ എങ്ങനെയാണ്? അപ്പീൽ പോകുമ്പോൾ നമ്മൾ അപ്പീൽ കൊടുക്കുന്ന ആൾ, അപ്പല്ലൻറ്റിനെയാണ് നമ്മൾ ആദ്യം എഴുതുക. ഇപ്പോൾ A വേഴ്സസ് B എന്ന് പറയുമ്പോൾ അപ്പീൽ കേസ് ആണെങ്കിൽ അപ്പല്ലൻറ്റിനെയാണ് ആദ്യം എഴുതുക നമ്മൾ. ഓക്കെ, അപ്പല്ലൻറ്റിനെ ആദ്യം എഴുതിയിട്ട് വേഴ്സസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എഴുതുന്നത് എന്താ, റെസ്പോണ്ടൻറ്റ്. ഓക്കെ, അപ്പല്ലൻറ്റ്, റെസ്പോണ്ടൻറ്റ്. ഓക്കെ, പ്ലെയിൻറ്റിഫ്, ഡിഫൻഡൻറ്റ്. അപ്പീൽ പോകുമ്പോൾ അതെന്ത് ചെയ്യുന്നത്, അപ്പല്ലൻറ്റ്, റെസ്പോണ്ടൻറ്റ്. അപ്പോൾ ആദ്യം അപ്പല്ലൻ്റ് എഴുതും, പിന്നെ റെസ്പോണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കേസിൻ്റെ നൊട്ടേഷൻ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കേസ് നമ്മൾ എഴുതുക. അപ്പോൾ ഒരു കേസ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടോർട്ട് കേസ് കാണുന്നു, ഡൊണോഗ് വേഴ്സസ് സ്റ്റീവൻസൺ. ആദ്യം എഴുതുന്ന ഡൊണോഗ് എന്ന് പറയുന്നത് പ്ലെയിൻറ്റിഫാണ്. ദ പേഴ്സൺ ഹു ഇൻസ്റ്റിറ്റ്യൂട്ട് ദ സ്യൂട്ട്, ആരാണ് ആ സ്യൂട്ട് പ്രൊസീഡിങ്സ് തുടങ്ങിയത് നമ്മൾ ആദ്യം എഴുതുക. രണ്ടാമത് എഴുതുന്ന ആൾ ആ ഡിഫൻഡൻ്റ്, ആർക്കെതിരെയാണോ നമ്മൾ കേസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഒരു ക്രിമിനൽ കേസ് വരുമ്പോൾ, ഓക്കെ, ഫസ്റ്റ് ക്രിമിനൽ കേസ് തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം എന്താണ് ഒരു ക്രൈം, ഓക്കെ, വാട്ട് ഈസ് എ ക്രൈം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു വയ്ക്കാം. വാട്ട് ഈസ് എ ക്രൈം? എ ക്രൈം ഈസ് എ ആക്ട് പ്രൊഹിബിറ്റഡ് ബൈ ലോ. നിയമം പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു ആക്ടിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, ലോ എന്ന്. ആക്ട് ആവാൻ ഒമിഷൻ ആവും. ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ഒമിഷൻ? നമ്മൾ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുക. We are bound to do that, but we didn't do that. അതിനാണ് നമ്മൾ ഒമിഷൻ എന്ന്. ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ, പ്രവൃത്തി. സോ വാട്ട് ഈസ് ക്രൈം? ക്രൈം ഈസ് ആൻ ആക്ട് പ്രൊഹിബിറ്റഡ് ബൈ ലോ. ഇന്ത്യയിൽ പ്രൊഹിബിറ്റഡ് ആക്ടിനെ പറ്റി പറയുന്നത് എവിടെയാണ്? നമ്മുടെ BNS-ലാണ് പറയുന്നത്, ഭാരതീയ ന്യായ സംഹിത, പഴയ IPC. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഹിബിറ്റഡ് ആക്ടുകളെ പറ്റി പറയുന്നത്, ക്രൈംസിനെ പറ്റി പറയുന്നത്. ഇപ്പോൾ ഒരു പ്രൊഹിബിറ്റഡ്, ഇപ്പോൾ റോബറി ചെയ്താൽ എന്താണ് പണിഷ്മെൻറ്റ്, BNS-ൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മർഡർ ചെയ്താൽ എന്താണ് പണിഷ്മെൻറ്റ്. അപ്പോൾ ക്രൈം ഈസ് ആൻ ആക്ട്
പ്രൊഹിബിറ്റഡ് ബൈ ലോ. ഇനിയും ക്രൈം ചെയ്യുമ്പോൾ ക്രൈം ഈസ് എൻ ആക്ട് അഗെയിൻസ്റ്റ് സൊസൈറ്റി. ഓക്കെ, ക്രൈം ഈസ് എൻ ആക്ട് അഗെയിൻസ്റ്റ് സൊസൈറ്റി. ഇപ്പം നമ്മൾ ഒരാളെ കുത്തുന്നു, കത്തി വെച്ച് ഒരാളെ കുത്തുന്നു, അതൊരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ല. ഇറ്റ് ഈസ് ദാറ്റ് ആക്ഷൻ, നമ്മൾ അയാളെ സ്റ്റാബ് ചെയ്യുന്നു, ദാറ്റ് ഈസ് എൻ ആക്ട് അഗെയിൻസ്റ്റ് ദ ഹോൾ സൊസൈറ്റി. അപ്പം നമ്മൾ ആരെയാണ് നമ്മൾ പ്രോസിക്യൂട്ട് ചെയ്യുന്ന ആര്? സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയാണ് ആ ക്രൈം ചെയ്ത ആളെ പണിഷ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നോർമൽ സിവിൽ കേസിലാണെങ്കിൽ, ഇപ്പം ഞാനും എൻ്റെ അയൽക്കാരൻ തമ്മിൽ തർക്കമാണെങ്കിൽ സിവിൽ കേസാണ്, ഒരു ഭൂമി തർക്കം. ഓക്കെ, ഈ ബൗണ്ടറീസായി ബന്ധപ്പെട്ടില്ല. അപ്പോൾ ഇവിടെ എന്താ, ജസ്റ്റ് എ പ്രൈവറ്റ് അഫെയർ ആണ്, ഇല്ലേ? ഞങ്ങൾ രണ്ടുപേരുടെയും പേഴ്സണലായ കാര്യമാണ്. ദാറ്റ് ഈസ് എ സിവിൽ കേസ്. ബട്ട് ഇപ്പം ഞാൻ അതേ സ്ഥാനത്ത് ആ നെയ്ബറിനെ ഞാൻ ഒരു കത്തി വെച്ച് കുത്തി സ്റ്റാബ് ചെയ്തു, ദാറ്റ് ബിക്കംസ് എ ക്രിമിനൽ കേസ്. ക്രിമിനൽ കേസ് ആയിക്കഴിഞ്ഞാൽ എന്താണ്, എന്നെ സ്റ്റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ക്രൈം ഈസ് എൻ ആക്ട് അഗെയിൻസ്റ്റ് സൊസൈറ്റി, സോ സ്റ്റേറ്റ് ഹാസ് ദ ഡ്യൂട്ടി ടു പ്രോസിക്യൂട്ട് ദാറ്റ് പേഴ്സൺ. ആ പേഴ്സണെ, ഞാൻ കുത്തിയ എന്നെ പ്രോസിക്യൂട്ട് ചെയ്ത് പണിഷ് ചെയ്യേണ്ടത് ആരാണ്? സ്റ്റേറ്റ് ആണ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സിവിൽ കേസ്, ക്രിമിനൽ കേസ്, ക്രൈം. ഓക്കെ, ക്രൈമിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ക്രിമിനൽ കേസിൽ എങ്ങനെ നമ്മൾ എഴുതുക, അത് നമ്മൾ ഡിഫാക്റ്റോ കംപ്ലൈൻറ്റ് ആദ്യം എഴുതുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് സുരേഷ്. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ് ഓഫ് കേരളയാണ് ഡിഫാക്റ്റോ കംപ്ലൈനൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫാക്റ്റോ കംപ്ലൈൻറ്റ്, ഞാൻ പറഞ്ഞു ഒരു ക്രൈമിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാളെ, അതിൽ ക്രൈമിലെ വിക്ടിമിന് വേണ്ടി ഹാജരാകുന്ന ആരാണ്? സ്റ്റേറ്റ് ആണ്. അവിടെ സ്റ്റേറ്റ് ആണ് ഡിഫാക്റ്റോ കംപ്ലൈനൻറ്റ്, സ്റ്റേറ്റ് ആണ്, സ്റ്റേറ്റ് ഓഫ് കേരളയാണ് ഡിഫാക്റ്റോ കംപ്ലൈനൻറ്റ്. അപ്പോൾ നമ്മളൊരു ക്രിമിനൽ കേസ് എഴുതുമ്പോൾ എ വേഴ്സസ് ബി എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? ഡിഫാക്റ്റോ കംപ്ലൈൻറ്റ്. രണ്ടാമതാണ് അക്യൂസ്റ്റിൻ്റെ പേര് എഴുതും. ഇവിടെ അക്യൂസ്റ്റ് ആരാണ്? സുരേഷാണ് അക്യൂസ്റ്റ്. ഓക്കെ, ഇനി അക്യൂസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റാരോപിതൻ. ഓക്കെ, കുറ്റം ചാർത്തപ്പെട്ട ആൾ. അയാൾ അക്യൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റക്കാരൻ എന്നല്ല. അക്യൂസ്റ്റ് എപ്പോഴാണ് കുറ്റക്കാരനാവുന്നത്? വെൻ കോർട്ട് ഡിസൈഡ്, ഒരു ക്രിമിനൽ കോടതി അയാൾ കുറ്റക്കാരനാണെന്ന് ഡിസൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അയാൾ അക്യൂസ്ഡ് കൺവിക്റ്റ് ആവുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഈസ് ആൻ അക്യൂസ്ഡ്, ദെൻ ആഫ്റ്റർ എ ക്രിമിനൽ കോർട്ട് ഡിസൈഡ്, ഓരോ ക്രിമിനൽ കോർട്ട് ഡിസൈഡ് ചെയ്തു അയാൾ കുറ്റം ചെയ്തത്, സോ ഈ ബിക്കംസ് എ കൺവിക്റ്റ്. ഓക്കെ, അക്യൂസ്ഡ്, കൺവിക്റ്റ്. അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറ്റാരോപിതൻ. ഓക്കെ, കുറ്റം ചാർത്തപ്പെട്ട ആൾ. അത് കോടതി പ്രൂവ് ചെയ്ത് അത് എന്ത് ചെയ്ത് മറ്റേ ട്രയലും കാര്യങ്ങളും കഴിയുമ്പോഴാണ് അയാൾ എന്ത് കൺവിക്റ്റ് ചെയ്യുക. അയാൾ കുറ്റം ചെയ്തെന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾ കൺവിക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അക്വിറ്റ് ചെയ്യും. അക്വിറ്റ് ചെയ്യുന്ന അർത്ഥം എന്താ? കുറ്റവിമുക്തനാക്കും, അക്വിറ്റ് ചെയ്യും. സോ ഒരു ക്രിമിനൽ കേസ് വരുമ്പോൾ ഇറ്റ് ഹാസ് ടു ഫേറ്റ്സ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യും? പണിഷ് ചെയ്യും. ദെൻ ദാറ്റ് പേഴ്സൺ, ദാറ്റ് സുരേഷ് എന്ന് പറഞ്ഞ പേഴ്സൺ എന്ത് ചെയ്യും? ബിക്കംസ് എ കൺവിക്റ്റ്. കോടതിക്ക് ഇപ്പോൾ തെളിവുകളിൽ മതിയായ തെളിവുകളിൽ അയാൾ വെറുതെ വിടും, അക്വിറ്റ് ചെയ്യും. സോ അയാൾ എന്ത് ചെയ്യും? കുറ്റവിമുക്തനാക്കും. ഓക്കെ, അപ്പോൾ ക്രൈം ഈസ് ആൻ ആക്ട് അഗെയിൻസ്റ്റ് സൊസൈറ്റി. ഇനിയും സബ്സ്റ്റാൻറ്റീവ് ലോയും പ്രൊസീജിയർ ലോയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സബ്സ്റ്റാൻറ്റീവ് ലോയും പ്രൊസീജിയർ ലോയും തമ്മിൽ വ്യത്യാസം. സബ്സ്റ്റാൻറ്റീവ് ലോ ക്രിയേറ്റ്സ് റൈറ്റ്സ് ഓർ ഡിഫൈൻ ഡ്യൂട്ടീസ്, ഒബ്ലിഗേഷൻസ്, എ കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ ലോ. സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സബ്ജക്റ്റ് മാറ്ററാണ് പറയുന്നത്. അതിൻ്റെ റൈറ്റ്സും ലയബിലിറ്റീസും കാര്യങ്ങളൊക്കെ പറയുന്നു. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറയും. ഇപ്പോൾ നമ്മുടെ ബി എൻ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ സബ്സ്റ്റാൻറ്റീവ് ലോയാണ്, ഇല്ലേ? ഇപ്പോൾ റേപ്പ് ചെയ്താൽ എന്താണ് പണിഷ്മെൻറ്റ്, മർഡർ ചെയ്താൽ എന്താണ് പണിഷ്മെൻറ്റ്, തെഫ്റ്റ് ചെയ്താൽ എന്താണ് പണിഷ്മെൻറ്റ്. ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ സബ്ജക്റ്റ് ആണ് ഔട്ട്ലൈൻ ചെയ്യുന്നത്, ഇല്ലേ? ഇന്ന കാര്യം ചെയ്താൽ ഇന്നത് പണിഷ്മെൻറ്റ്. അതാണ് ജസ്റ്റ് ഇറ്റ് ക്രിയേറ്റ്സ് ഓർ ഡിഫൈൻസ് റൈറ്റ്സ് ചെയ്യുന്നത്. ഇനിയും പ്രൊസീജിയർ ലോ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ പ്രൊസീജിയർ. സബ്സ്റ്റാൻറ്റീവ് ലോ എങ്ങനെ നടപ്പിലാക്കണം എന്ന് പറയുന്നത് പ്രൊസീജിയർ ലോയാണ്. ഇപ്പോൾ റേപ്പ് ചെയ്താൽ പണിഷ്മെൻറ്റ് ഇതാണ്, റേപ്പ് ചെയ്ത ആളെ എങ്ങനെ അറസ്റ്റ് ചെയ്യണം, അയാളെ എങ്ങനെ ട്രയൽ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എവിടെയാണ്? അത് പറയുന്നത് BNSS-ലാണ്, ഭാരതീയ നാഗരിക സുരക്ഷാ സന്നിധി, അതായത് പഴയ CRPC. സോ BNS ഈസ് എ സബ്സ്റ്റാൻറ്റീവ് ലോ ആൻഡ് BNSS, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഈസ് എ പ്രൊസീജിയർ ലോ. അപ്പോൾ സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്റ്റാൻറ്റീവ് ലോ ജസ്റ്റ് സബ്ജക്റ്റ് മാത്രം പറയുന്നു, പ്രൊസീജിയർ ലോ എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ നടപ്പിലാക്കണം എന്ന് പറയുന്നത് പ്രൊസീജിയർ ലോയിലാണ്. ഓക്കെ, ലോ ഗവേണിംഗ് ദ മെഷീനറി ഓഫ് കോർട്സ് ആൻഡ് മെത്തേഡ്സ് ബൈ വിച്ച് ബോത്ത് സ്റ്റേറ്റ് ആൻഡ് ദ ഇൻഡിവിജ്വൽ ക്യാൻ എൻഫോഴ്സ്. ഇതാണ് പ്രൊസീജിയർ ലോയുടെ ഡെഫിനീഷൻ. പ്രൊസീജിയർ ലോ, ഇത് സബ്സ്റ്റാൻറ്റീവ് ലോയുടെ ഡെഫിനീഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ഇത് പറയുന്നത്. ഓക്കെ, ദ മെയിൻ റോൾ ഓഫ് പ്രൊസീജിയർ ലോ ഇസ് ടു ക്രിയേറ്റ് ഫ്രെയിംവർക്ക് ഫോർ ഇംപ്ലിമെൻറ്റിംഗ്
സബ്സ്റ്റാൻറ്റീവ് ലോ നടപ്പിലാക്കാനുള്ള ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യലാണ് പ്രൊസീജിയർ ലോയുടെ പരിപാടി. ഓക്കെ, അപ്പോൾ അതാണ് സബ്സ്റ്റാൻറ്റീവ് ലോയും പ്രൊസീജിയർ ലോയും പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സബ്സ്റ്റാൻറ്റീവ് ലോ എന്താ, പ്രൊസീജിയർ ലോ എന്താണെന്നുള്ളൊരു എന്താ പറയുക. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് അടിയിലെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാവും. ഡെഫിനീഷൻ ആൻഡ് പണിഷ്മെൻറ്റ് ഓഫ് റേപ്പ് അത് സബ്സ്റ്റാൻറ്റീവ്, അതെവിടെയാണ് പറയുന്നത്? BNSലാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ എങ്ങനെ അതിൻ്റെ FIR ഫയൽ ചെയ്യണം, കണ്ടിട്ട് മറ്റേ റേപ്പിൻ്റെ ട്രയൽ എങ്ങനെ കണ്ടക്ട് ചെയ്യണം, അതൊക്കെ പ്രൊസീജിയർ ലോസാണ്. അത് എവിടെയാണ് പറയുന്നത്? അത് പറയുന്ന BNSSലാണ്. ഓക്കെ, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ഇനി നമുക്ക് എന്താണ് ഒരു ജുഡീഷ്യൽ പ്രീസിഡൻറ്റ് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ ജുഡീഷ്യൽ പ്രീസിഡൻറ്റ്? ജുഡീഷ്യൽ പ്രീസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് എ ലീഗലി ബൈൻഡിങ് റൂൾ ഓർ ഡിസിഷൻ that is given by a higher court in certain cases which lower courts rely on while deciding case. ജുഡീഷ്യൽ പ്രീസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹയർ കോടതി, ഒരു ഉയർന്ന കോടതി, മേൽത്തലത്തിൽ ഇരിക്കുന്ന ഒരു കോടതി പറയുന്ന ഒരു ഡിസിഷൻ അതെന്ത് ചെയ്യുന്നുണ്ട്? താഴെ കോടതികൾ, ആ ഹയർ കോർട്ടിന് താഴെയുള്ള ലോവർ കോർട്ടുകളെല്ലാം എന്ത് ചെയ്യും? ആ ജഡ്ജ്മെൻറ്റ് റെഫറൻസുകളായി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേ ഫാക്റ്റ് വെച്ചിട്ട് കേസുകൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ആ മേൽക്കോടതി പറഞ്ഞ ഡിസിഷൻ തന്നെ ഇവിടെ എടുത്ത് അപ്ലൈ ചെയ്യുന്നു. അതാണ് ജുഡീഷ്യൽ പ്രീസിഡൻറ്റ് എന്ന് പറയുന്നത്. ഇനി എല്ലാ കേസുകളും ജുഡീഷ്യൽ പ്രീസിഡൻ്റ് ആവോ? ഇല്ല. ദ കേസസ് അല്ലെങ്കിൽ ദ ഡിസിഷൻസ് വിച്ച് ക്യാൻ ബി ടേക്കൺ ആസ് റെഫറൻസുകൾ, റെഫറൻസുകളായിട്ട് എടുക്കാൻ പറ്റുന്ന ഡിസിഷൻസ് മാത്രമേ പ്രീസിഡൻറ്റുകൾ ആവുള്ളൂ. ഓക്കെ, ഇപ്പോൾ കേശവാനന്ദ ഭാരതി കേസ് അതൊരു പ്രീസിഡൻ്റ് ആണ്. ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആയി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ എന്ത് കേസ് വന്നാലും റെഫറൻസ് എടുക്കുന്ന ഏതാണ്? കേശവാനന്ദ ഭാരതി കേസിനാണ്. സോ ദ ജഡ്ജ്മെന്റ് വിച്ച് ആർ യൂസ്ഡ് ആസ് റെഫറൻസസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജുഡീഷ്യൽ പ്രീസിഡൻറ്റ്. ജുഡീഷ്യൽ പ്രീസിഡൻറ്റുകൾ നോർമലി തരുന്ന ഒരു ഹയർ കോർട്ടുകളാണ്. ഓക്കെ, അതെന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ സുപ്രീം കോർട്ടാണ് തരിക. സുപ്രീം കോർട്ട് തരുന്ന ഒരു കാര്യം എന്ത് ചെയ്യും? ലോവർ കോർട്ട്, ഹൈക്കോർട്ട്, അതുപോലത്തെ താഴത്തെ ഉള്ള ജില്ലാ കോടതികളൊക്കെ എന്ത് ചെയ്യും? അത് ഫോളോ ചെയ്യും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജുഡീഷ്യൽ പ്രീസിഡൻറ്റ്. ഡിസിഷൻസ് വിച്ച് ആർ ഗിവൺ ബൈ എ ഹയർ കോർട്ട്സ് ആൻഡ് വിച്ച് ആർ യൂസ്ഡ് ആസ് റെഫറൻസസ്. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ 2 പ്രധാനപ്പെട്ട മാക്സിമം നോക്കാം. ഇഞ്ചൂറിയസ് ആയും ഡാംനും, ഡാംനം സൈൻ ഇഞ്ചൂറിയം. അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഈ വാക്ക് പഠിച്ച് ഇത് മനസ്സിലാകാൻ പറ്റും. ഇഞ്ചൂറിയ എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ നമ്മുടെ മേത്ത് പറ്റുന്ന ഇഞ്ചുറി, ലീഗൽ ഇഞ്ചുറിയാണ്. ലീഗൽ ഇഞ്ചുറിയാണ്. ഓക്കെ, അപ്പോൾ ഇഞ്ചുറി. സൈൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട്. സൈൻ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം വിത്തൗട്ടാണ്. ഡാംനം എന്ന് പറഞ്ഞാൽ ഡാമേജ് ആണ്. ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർട്ടിക്കെതിരെയുള്ള ഡാമേജ് ആവാം, ഫിനാൻഷ്യൽ ലോസ് ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇഞ്ചൂറിയസ് സൈം ഡാംനം എന്ന് പറഞ്ഞാൽ എന്താ? ലീഗൽ ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ്. ലീഗൽ ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ്. അതിൻ്റെ ഒരു ഫേമസ് കേസ് നമ്മൾ ടോർച്ചിൽ പഠിക്കുന്നുണ്ട്. ആഷ്ബി വേഴ്സസ് വൈറ്റ്. വോട്ട് ചെയ്യാൻ സമ്മതിക്കാണ്ട്. സോ അവിടെ എന്താണ്? അവിടെ ഡാമേജ് ഒന്നും ഉണ്ടായില്ല. അയാൾ വോട്ട് ചെയ്യണം തീരുമാനിച്ച ആൾ ജയിച്ചു. ബട്ട് എന്താണ്? അയാളുടെ വോട്ടിംഗ് റൈറ്റ്, ലീഗൽ ഇഞ്ചുറി അവിടെ ഉണ്ടായിട്ടുണ്ട്. സോ എന്താണ്? കോമ്പൻസേഷൻ കൊടുക്കണം. അതാണ് ഇഞ്ചൂറിയസ് സൈൻ. ഡാംനം സൈൻ ഇഞ്ചുറി എന്നാണ്. അത് നമ്മൾ പഠിച്ച വാക്കുകൾ അലൈൻ ചെയ്താൽ മതി. ഡാമേജ് എന്ന് പറഞ്ഞാൽ ഡാമേജ്, സൈൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട്, ഇഞ്ചൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ഇഞ്ചുറി. ഡാംനം സൈൻ ഇഞ്ചുറിയുടെ ഫേമസ് ആയിട്ടുള്ള കേസ് ഉണ്ട്. നമ്മളത് നമ്മുടെ എൻട്രൻസ് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഏതാണ്? നമ്മുടെ ഗക്കൗസ്റ്റ ഗ്രാമർ സ്കൂൾ കേസ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് ഡാംനം സൈൻ ഇഞ്ചൂറിയസ് ആണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ ഓൾറെഡി പ്ലെയിൻറ്റിഫും ഡിഫൻഡൻറ്റും നമ്മൾ നോക്കി. പിന്നെ ഡാമേജും ഡാമേജസും ഒരു എസ് മാത്രമാണ് വ്യത്യാസമുള്ളൂ. ഇത് രണ്ടും ഒന്നാണോ? അല്ല. ഡാമേജ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഫിനാൻഷ്യൽ ലോസ്, അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും എന്താ പറയുക നഷ്ടങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാമേജ് എന്ന്. ഡാമേജസ് എന്ന് പറഞ്ഞാൽ എസ് കൂടുമ്പോൾ എന്താ? ഡാമേജസ് എന്ന് പറഞ്ഞാൽ ടോർട്ടിനൽ ലാംഗ്വേജിൽ കോമ്പൻസേഷനാണ് ഡാമേജസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ക്രൈമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാക്സിം, ആക്ടസ് നോൺ ഫാസിട്രിയ നിസി മെൻസിട്രിയ. ആക്ടസ് നോൺ ഫാസിട്രിയ നിസി മെൻസിട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ക്രൈം എമൗണ്ട് ചെയ്യണമെങ്കിൽ 2 ബേസിക് എലമെൻറ്റ്സ് വേണം. എന്തൊക്കെയാണ് വേണ്ടത്? മെയിനായിട്ട് 2 ബേസിക് എലമെൻറ്റ്സ്, ആക്ടസ് റിയസും മെൻസിഡിയം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നില്ല അവരുടെ ക്രൈം നിൽക്കുകയുള്ളൂ. ആക്ടസ് റിയസ് മാത്രമേ ഉള്ളൂ, പക്ഷെ മെൻസറി ആയില്ല എന്നാൽ അവിടെ ക്രൈം നിലനിൽക്കില്ല. അതാണ് പറയുന്നത്. ആൻ ആക്ട് അമൗണ്ട്സ് ടു ക്രൈം only if it is done with a guilty mind. ഇപ്പോൾ ആക്ടസ് റിയസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഫിസിക്കൽ ആക്ട്. മെൻസറിയ എന്ന് പറഞ്ഞാൽ എന്താ? ഗിൽറ്റി മൈൻഡ്. ഗിൽറ്റി മൈൻഡോടെ ചെയ്യുന്ന ഒരു ക്രൈം, ഒരു ആക്ട് മാത്രമേ അത് ക്രൈമായിട്ട് നിൽക്കുകയുള്ളൂ എന്നാണ് ഈ മാക്സിമിൽ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു കൊക്കയുടെ സൈഡിൽ കൂടെ നടന്നു പോകുന്നു. അപ്പോൾ അവൻ പെട്ടെന്ന് അവൻ്റെ കൂട്ടുകാരൻ്റെ കാല് തെന്നി. അപ്പോൾ അവൻ വീഴാൻ പോണ മരണവെപ്രാളത്തിൽ എൻ്റെ കൈ കയറി പിടിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ കൊക്കയിൽ വീട് മരിച്ചു, അവരെ രക്ഷപ്പെട്ടു. ഇവിടെ എൻ്റെ കൂട്ടുകാരൻ ക്രൈം ചെയ്തിട്ടുണ്ടോ?
ഇല്ല, അവൻ ക്രൈം ചെയ്തില്ല. അവിടെ ആക്സസറീസ് ഉണ്ട് ഇല്ലേ, ആക്സസറീസ് ഉണ്ട്, ഫിസിക്കൽ ആക്ഷൻ ഉണ്ട്, എന്നെ പിടിച്ച് വലിച്ചു. ബട്ട് മെൻസറിയോ ഉണ്ടോ? ഇല്ല. മെൻസറി ഗിൽറ്റി മൈൻഡ് അവിടെ ഇല്ല. അവൻ്റെ മരണവെപ്രാളത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി അവൻ ചെയ്തത്, അല്ലാണ്ട് എന്നെ കൊല്ലണം എന്നുള്ള ഒരു യാതൊരുവിധ ഗിൽറ്റി മൈൻഡും. അതാണ് ഈ മാക്സിമിന് ആക്ടസ് നോൺ ഫാസിട്രിയ നിസിമ. ആൻ ആക്ട് എമൗണ്ട്സ് ടു ക്രൈം ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഡൺ വിത്ത് എ ഗിൽറ്റി മൈൻഡ്. ഓക്കെ, ഇനിയും ടോർട്ടും ക്രൈമും തമ്മിൽ. ടോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ടോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിവിൽ റോങ് എഗെയിൻസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ സീക്കിംഗ് കോമ്പൻസേഷൻ ഫോർ ഡാമേജ്. ഇപ്പോൾ ടോർട്ടുകൾ പല നെഗ്ലിജൻസ് ടോർട്ടാണ്, ഇപ്പം നമ്മുടെ ഡിഫാമേഷൻ ഒരു ടോർട്ടാണ്, ന്യൂയിസൻസ് ടോർട്ടാണ്. സോ ഇതൊക്കെ സിവിൽ റോങ്സ് ആണ്. ഓക്കെ, സിവിൽ റോങ്സ് ആണ്. നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ടോർട്ട് കേസ് കൊടുക്കുമ്പോൾ അവിടെ ബേസിക്കലി പണിഷ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഓക്കെ, അവിടെ എന്താണ്, അവിടെ കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഡാമേജസ് അവാർഡ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ക്രൈമിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ക്രൈം ഈസ് എ പബ്ലിക് റോങ്, ഇറ്റ് ഈസ് എൻ ആക്ട് അഗെയിൻസ്റ്റ് സൊസൈറ്റി. അപ്പോൾ അതെന്താണത്? അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ നമ്മളെ സ്റ്റേറ്റ് പണിഷ്മെൻറ്റാണ് ചെയ്യുക, പണിഷ് ചെയ്യുക. ടോട്ടൽ കോമ്പൻസേഷൻ കൊടുക്കുകയാണെങ്കിലും ഈ ക്രൈമിലേക്ക് വരുമ്പോൾ എന്താണ്, അവിടെ നമ്മളെ പണിഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ എന്തെങ്കിലും കൺവേ ചെയ്തത്. ഇനി നമ്മൾ ഒരു വീഡിയോ പാർട്ട് 2 അല്ലെങ്കിൽ പാർട്ട് 3 നമുക്ക് തോന്നുന്ന അത്രയും നമ്മൾ ഇത് ചെയ്യാം. പരമാവധി ഞാൻ നിങ്ങൾക്ക് കണ്ടന്റുകൾ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് അറ്റ് ദ എൻഡ് നിങ്ങൾ പഠിക്കണം എന്നുള്ള ഒരൊറ്റൊരു ഇത് മാത്രമേ ഉള്ളൂ. ആരും ബേസിക്സ് ഇല്ല അല്ലെങ്കിൽ വേർഡ്സിൻ്റെ അർത്ഥം അറിയില്ല എന്ന് വെച്ച് LLB പഠനം ആരുടെയും താറുമാറാവരുത്. ഓക്കെ, നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ LLB എന്ന് പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അറ്റ് ദ എൻഡ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് 2 സെം എന്ന് പറഞ്ഞാൽ ബേസ് ബിൽഡിംഗ് എറയാണ്. ആ ബേസ് ബിൽഡിംഗ് എറയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സബ്ജക്റ്റ് ചില വാക്കുകൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് ഇനിയുള്ള എല്ലാ സെമ്മുകൾ 6 സെമ്മോ 10 സെമ്മോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സുഖമായിട്ട് പഠിച്ച് നമുക്ക് പാസ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വരാം. നമുക്ക് അപ്പോൾ ഈ കണ്ടന്റ് ഹെൽപ്ഫുൾ ആണ്, ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക.